ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. ഇന്ന് നമ്മൾ റൊമാൻസ്, കോമഡി ഇതെല്ലാം ചേർന്ന ഒരു മിനി ഡ്രാമയാണ് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നമ്മുടെ വീഡിയോ നിറയെ പേർക്ക് റെക്കമെൻഡേഷനിലേക്ക് പോകൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് നേരെ തന്നെ കഥയിലേക്ക് പോയാലോ. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ രാത്രി ഒരു വാൻ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ വാനിനുള്ളില് 4 ഫേമസ് ആയ കെ പോപ്പ് സിംഗേഴ്സ് ഉണ്ട്. ഇവര് 4 പേരും ഇപ്പോ വേറെ വീട്ടിലേക്ക് താമസം മാറി വരുന്നതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ആരും അറിയാതെ മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം കഥയിലെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയ ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് അവൾക്ക് ഷൈ ആകും, ബ്ലഷ് ആയി കവളുകളൊക്കെ ചുവന്ന് തുടുക്കാൻ തുടങ്ങും. അങ്ങനെ ഇവള് ഇമോഷണലി വളരെ വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ ഇപ്പോ അവൾ ഒരു കടയിലേക്ക് വന്നിരിക്കുകയാണ് പാഡ് വാങ്ങാൻ വേണ്ടി. അതിനെ അവള് വളരെ ഷൈ ആയിട്ട് ഫീൽ ആകുന്നുണ്ട്. നെർവസ് ആയി കവളുകളൊക്കെ ചുവന്ന് തൊടുക്കാൻ തുടങ്ങി. ആ സമയത്താണ് കടയിലേക്ക് ഒരു കള്ളുകുടിയനും കൂടി കയറി വരുന്നത്. ഇയാളെ കണ്ടതും പാഡ് അത് പൊതിഞ്ഞു പോലും വാങ്ങാതെ തട്ടിപ്പറിച്ച് വാങ്ങിയെടുത്ത ഒരൊറ്റ ഓട്ടം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഹീറോയിനും. അങ്ങനെ അവള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ആ വഴിയാണ് പോപ്പുലർ ആയ സിംഗേഴ്സ് ഉണ്ടല്ലോ, അവന്മാര് പിന്നാലെ നടന്നു വരുന്നത്. അവര് താമസം മാറി വരുന്ന വീട് നോക്കിയാണ് അവര് വരുന്നത്. ഇത് നമ്മുടെ ഹീറോയിനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരെന്തിനാ ഇങ്ങനെ ഫേസ് ഒക്കെ കവർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാല് ഇവർക്ക് നിറയെ ഫാൻസ് ഉണ്ട്. കേപ്പോ ഫാൻസ് ആയിരിക്കുന്നവർക്ക് അറിയാം സേസാങ് ഫാൻസ് ആരാണെന്ന്. അങ്ങനെയുള്ള ഫാൻസ് ഇവരെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇവരാരും കാണാതെ മുഖം മറിച്ചേക്ക് പോകുന്നത്. ഈ ഗെറ്റപ്പിൽ ഇവര് 4 പേരെയും കണ്ട് നമ്മുടെ ഹീറോയിനാകെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അയ്യോ, ഈ മൂവീസിലൊക്കെ വരുന്നത് പോലെ സീരിയൽ കില്ലേഴ്സ് ആയിരിക്കോ? എന്നെ തട്ടിക്കൊണ്ടുപോയാലോ, വെട്ടിക്കൊന്നു കളഞ്ഞാലോ? അയ്യോ, അങ്ങനെ സംഭവിക്കാനേ പാടില്ലെന്ന് പറഞ്ഞ് ഇവൾ ഓടാനായിട്ട് ശ്രമിക്കുവാണ്. കറക്റ്റ് ആയിട്ട് ഒരു പഴത്തൊലിയിൽ ചവിട്ടി നേരെ ഒറ്റ വീഴ്ച. അപ്പോ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന പാഡ് നേരെ കറക്റ്റ് ആയിട്ട് തീർച്ച അവരുടെ മുമ്പിൽ തന്നെ പോയി വീഴുവാണ്. ഇത് കണ്ട അവരും ഇവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ട് പാഡ് കയ്യിലെടുത്തിട്ട് ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവളെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഇവന്മാരൊക്കെ കൊലയാളികളാണെന്നല്ലേ കരുതി വെച്ചിരിക്കുന്നേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് നിലവിളിച്ചിട്ട് എഴുന്നേറ്റ ഒറ്റ ഓട്ടമാണ്. ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. എന്താടാ ഇത്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനല്ലേ പോയത്, അവൾ എന്തിനാ ഇങ്ങനെ എണീറ്റ് ഓടിയതെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. എങ്ങനെയോ ഓടി അവള് വീടെത്തി. അപ്പോ ഇവളുടെ ബ്രദർ അവിടേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ അടുത്ത വീട്ടിലേക്ക് 4-5 ഹാൻസം പയ്യന്മാര് താമസിക്കാൻ വരുന്നുണ്ട് എന്ന്. ഇത് കേട്ട് അവൾക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. നൈറ്റ് ഉറങ്ങുമ്പോ അവന്മാര് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് പോലെയൊക്കെ സ്വപ്നം കണ്ടുമാണ് അവൾ കിടക്കുന്നത്. നെക്സ്റ്റ് ഡേ ഇവൾ എഴുന്നേറ്റതും ഉടനെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങും, എന്തെങ്കിലും ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. കാരണം ഇന്നലെ 4 കൊലയാളികൾ ഇവളെ ഫോളോ ചെയ്ത് വന്നു എന്നല്ലേ ഇവള് കരുതിയിരിക്കുന്നേ. അവന്മാര് ഇന്നലെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ, ഇവളെ അല്ലാതെ വേറെ ആരെങ്കിലും കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ ഇവള് വിചാരിക്കുന്ന പോലെ ഉള്ളതൊന്നും അതിൽ കാണാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോ ഇവളുടെ അമ്മയും ഇവളുടെ ബ്രദറും മാത്രമേ ഇവൾക്ക് കൂടെ ഉള്ളൂ. അച്ഛനില്ല. അമ്മ അവൾക്ക് ഒരു ജോലി കൊടുക്കുന്നുണ്ട്. ഓണർ വന്ന് അടുത്ത വീട്ടില് 4 പയ്യന്മാര് വീട് മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാർഡ് നീ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു കാർഡും കൊടുക്കും. ഹീറോയിനോ ഇത് കേട്ടത് ലോട്ടറി അടിച്ച സന്തോഷം. ആ 4 പയ്യന്മാര് എന്തായാലും ഹാൻസ് ആയിരിക്കും. ഏതെങ്കിലും ഒരുത്തനെ സൈറ്റ് അടിച്ച് വീഴ്ത്തി കല്യാണം കഴിക്കാമെന്നൊക്കെ ചിന്തിച്ചവള് ഭയങ്കരമായിട്ട് സ്റ്റൈലായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കാർഡുമായിട്ട് ഇറങ്ങി വരുവാണ്. അപ്പൊ ആ കാർഡ് വാങ്ങാൻ 2 പേര് ഇവളുടെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇവള് വിചാരിച്ച അത്രയും അവന്മാരെ ഹാൻസ് ഒന്നല്ല. ഇവന്മാർക്ക് വേണ്ടിയാണ് രാവിലെ തന്നെ ഞാൻ ഇത്രയും ഒരുങ്ങിയതെന്ന് ആകെ അവള് മൂഡ് ഓഫ് ആയി. പറഞ്ഞു വന്നാല് നമ്മുടെ ഹീറോയിന്റെ പ്രശ്നം ഇത് തന്നെയാണ്. നല്ല സുന്ദരനായ ഒരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം. അതിനുവേണ്ടി നിറയെ ബ്ലൈൻഡ് ഡേറ്റ്സിന് വരെ പോയിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തില് ആരെയും കാണാനും കഴിഞ്ഞിട്ടില്ല. നീയും കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു പയ്യനെ തന്നെ വേണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളിൽ ഒരു സുന്ദരൻ പയ്യനെ കാണുന്നത്. എന്നാൽ അവന്റെ അടുത്ത് പോയി സംസാരിക്കാമെന്ന് വിചാരിച്ചാല് ആ പയ്യനെ കണ്ടാൽ ഇവൾക്ക് നാണം വരാൻ തുടങ്ങും. കവളെല്ലാം ചുവന്ന് ഒരുമാതിരി തക്കാളിപ്പഴം പോലെ ആകാൻ തുടങ്ങും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹാൻസം പയ്യന്മാരെ ലവ് ചെയ്യാമെന്ന് കരുതിയാലും ഇവളെ കൊണ്ട് പറ്റാത്തത്. അങ്ങനെ ഒരു ദിവസം അവള് വീട്ടിലായിരിക്കുമ്പോ കൂടെ ബ്രദറും ഉണ്ടാകും. അവൻ വീടിന്റെ ജനൽ വഴി അടുത്ത വീട്ടിലെ ആ പയ്യന്മാരെ കാണുന്നുണ്ട്. കെ പോപ്പ് സിംഗേഴ്സിനെ കണ്ടതും ഷോക്കായി. ഡി, നീയല്ലേ പറഞ്ഞത് അടുത്ത വീട്ടിലെ പയ്യന്മാര് അത്ര ഹാൻസ് ഒന്നല്ലെന്ന്, കൊള്ളില്ല എന്നൊക്കെ. ഇത് എനിക്കെന്തോ അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ, സുന്ദരന്മാരാണല്ലോ എന്ന് പറഞ്ഞാല്, എടാ ചുമ്മാ പുളു അടിക്കാതെടാ, ഞാൻ നേരിൽ കണ്ടതല്ലേ പറഞ്ഞത്, ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും അവന്മാരില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ബ്രദർ പറയുന്നത് വിശ്വസിക്കാതെ അവള് പറയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവളുടെ അമ്മ അടുത്ത വീട്ടിലെ പയ്യന്മാർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറയാണ്. ഇവളും അതുകൊണ്ട് വീട്ടിലേക്ക് കിടക്കുവാണ്. പക്ഷെ ആരെയും ഹാളിലൊന്നും കാണുന്നേ ഇല്ല. സോ അതുകൊണ്ട് ഇവൾക്ക് തോന്നും പിന്നെയും ഒരു വട്ടം കൂടി ആ പയ്യന്മാരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. പക്ഷെ ചുറ്റും നോക്കിയാലും ആരെയും കാണുന്നില്ല. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവള് തിരികെ പോകാൻ നിൽക്കുമ്പോ എന്തോ ഇവൾക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്സ് കാണുന്നുണ്ട്. എന്തോ അത് എടുത്ത് കഴിക്കാതെ അവൾക്ക് പോകാനായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒന്നും നോക്കാതെ അത് വാരി വലിച്ചെടുത്ത്
എടുത്ത് കഴിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് തലയിൽ കയറുവാണ്. ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ ടൈം നോക്കി ആ 4 സിംഗേഴ്സും അവിടേക്ക് വരുന്നത്. കണ്ടതും ഇവൾ ആകെ ഷോക്ക് ആകുന്നുണ്ട്. ആക്ച്വലി ഇവർ വളരെ ഫേമസ് ആയ കേപോ ഗ്രൂപ്പാണ്. എക്സോ എന്നാണ് ആക്ച്വലി ഇവരുടെ പേര്. ഇവരുടെ ഒരു വലിയ ഫാൻ ആണ് നമ്മുടെ ഹീറോയിനും. അങ്ങനെയുള്ളപ്പോ അവര് തന്നെ ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്നാല് എങ്ങനെ ഉണ്ടാകും? ഒരു സെക്കൻഡ് ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വായിലിരുന്ന വെള്ളം അതിലൊരുത്തന്റെ മുഖത്തേക്ക് തുപ്പിയിടുവാണ്. ഇപ്പോഴാണ് നമുക്ക് ഫ്ലാഷ് ബാക്കുകൾ കാണിക്കുന്നത്. ഇത്രയും ഫേമസ് ആയ കേപോ ഗ്രൂപ്പ് എന്തിനാണ് ഇങ്ങനെ ഒരു സാധാരണ വീട്ടിലേക്ക് വന്ന് താമസിക്കുന്നത് എന്ന് നോക്കിയാല് ഇതിനു മുമ്പ് താമസിച്ചിരുന്ന വീട്ടില് ഇവരുടെ ഫാൻസിനെ കൊണ്ടും മീഡിയയെ കൊണ്ടും വളരെ ശല്യമായിരുന്നു. അതുകൊണ്ടാണ് ആർക്കും അറിയാത്ത ഒരു പ്ലേസിലേക്ക് പോയി താമസിക്കാമെന്ന് പറഞ്ഞ് 4 പേരും ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതും ഇത് വാടക വീടൊന്നല്ല. ഈ 4 പേരില് ചാനിയോൾ എന്നൊരു പയ്യനുണ്ട്. അവന്റെ മുത്തശ്ശന്റെ വീടാണ്. അതുകൊണ്ടാണ് ആരുടെയും ശല്യം ഉണ്ടാകില്ലെന്ന് കരുതി 4 പേരും ഇവിടേക്ക് എത്തിയത്. ഇപ്പോ മുഖത്ത് തുപ്പിയത് കണ്ട് മറ്റു 3 ചാനിനെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്. അയ്യോ പണിപാളിയെന്ന് മനസ്സിലായ ഹീറോയിനും അവിടെ നിന്ന് ഓടിക്കളയാണ്. അവള് പോയതും ഇവന്മാർക്ക് വളരെ ആശ്ചര്യം. അവൾ ആരാ, എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചിന്തിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്ന ഹീറോയിന് സന്തോഷം സഹിക്കാനേ പറ്റുന്നില്ല. കൂടെ നല്ല റിഗ്രറ്റും ചെയ്യുന്നുണ്ട്. കാരണം ഇവളുടെ ഫേവറേറ്റ് കേപോ ബാൻഡായ എക്സോ ആണ് അവളുടെ അയൽപക്കത്ത് താമസിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ അതിലൊരുത്തന്റെ മുഖത്ത് ഞാൻ കാറി തുപ്പി. ഇനി എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ എങ്ങനെ പോയി അവരെ ഫേസ് ചെയ്യുമെന്ന് ഓർത്ത് ടെൻഷൻ ആവാൻ തുടങ്ങി. ഇവൾക്കൊരു ഫ്രണ്ട് ഒരുത്തിയുണ്ട്. അവളെ കോൾ ചെയ്തിട്ട് ഹേയ് ഡി, എക്സോ കേപോ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവര് 4 പേര് ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അല്ല എന്റെ വീടിന്റെ അടുത്തുള്ള വീട്ടിലുണ്ട്. ഉടനെ വന്ന് നോക്കിയെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. എക്സോ എന്ന് കേട്ടതും പാഞ്ഞ് അവൾ എത്തുന്നുണ്ട്. ഇവർ 2 പേരും ചേർന്ന് ബൈനോക്കുലർ വെച്ച് അവന്മാരെ ജനല് വഴി നോക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഹീറോയിന്റെ അമ്മ വന്ന് വളരെ ലേറ്റ് ആയി നീ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ ഓടിച്ചു വിടുന്നത്. ഫ്രണ്ടും അമ്മയും പോയി കഴിഞ്ഞ് ഹീറോയിൻ തനിയെ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ ഇവൾ ഇങ്ങനെ നോക്കുന്നത് അവന്മാര് കണ്ടുപിടിക്കുന്നുണ്ട്. പെട്ടെന്ന് കർട്ടൻ വലിച്ചിട്ട് മറിച്ചു കളയും. നൈറ്റ് ഹീറോയിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആരോ ഒരാൾ വന്ന് ഇവളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അത് വേറെ ആരും അല്ല, ചാൻ ആയിരിക്കും. പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അവൾ ഇത്രയും നേരം സ്വപ്നമാണ് കണ്ടുകൊണ്ടിരുന്നതെന്ന്. ഇവിടെ ഇവര് 4 പേരും രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് കൂടെ ചില മുഖ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാല് നമ്മുടെ ഹീറോയിൻ ഇപ്പോ ഇവരോട് താമസിക്കുന്ന കാര്യം അറിയാം. ഇവരാരാണെന്നും അറിയാം. അവളെങ്ങാനും നമ്മളെ കണ്ട കാര്യം ആരോടെങ്കിലും പറഞ്ഞാലോ, പ്രസിനോടോ ഫാൻസിനോടോ മറ്റോ. കാരണം ഇവർക്ക് പ്രസിന്റെയും ഫാൻസിന്റെയും കണ്ണിൽ പെടാതിരിക്കാനാണ് ഇങ്ങനെ ഒരു പ്ലേസിലേക്ക് വന്ന് താമസിക്കുന്നത്. ഇവിടെ വന്നിട്ടും അങ്ങനെ ഒരു അവസ്ഥ വരുമോ എന്ന് ഇവർ സംസാരിക്കാൻ തുടങ്ങി. കട്ട് ചെയ്താല് നമ്മുടെ ഹീറോയിനോട് അവളുടെ അമ്മ ചില ജോലികൾ കൂടി ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ പയ്യന്മാരുടെ വീട് ചെന്ന് ക്ലീൻ ചെയ്യണമെന്ന് കേട്ട ഹീറോയിനും ഹാപ്പിയാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ എങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നേ? കഴിഞ്ഞ തവണ പോയി നല്ലപോലെ നാണം കെടുത്തിയിട്ടാണ് വന്നത്. പിന്നെയും ചെന്നാല് അവരെന്നോട് ദേഷ്യപ്പെടില്ലേ? അറിയില്ല. അതുകൊണ്ട് അവരില്ലാത്ത സമയം നോക്കി ഞാൻ ചെയ്തിട്ട് വരാമെന്ന് തീരുമാനിച്ചിട്ടേ വീട്ടിൽ ആരുമില്ലാത്ത ടൈം ഉള്ളിൽ പോയി ഒരു വേലക്കാരിയെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പുറത്ത് 4 മാസ്ക് ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴാണ് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഓ അങ്ങനെയാണെങ്കിൽ അന്ന് നൈറ്റ് എന്നെ അവര് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും വന്നിരിക്കുന്നത്. ഞാനാണ് വെറുതെ സീരിയൽ കില്ലർ എന്നൊക്കെ വിചാരിച്ച് വെറുതെ പേടിച്ചു എന്ന് പറഞ്ഞിട്ട് അവളെ ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു റൂമിലേക്ക് പോകുവാണ്. ആ റൂമില് ഒരു ഗിറ്റാർ ഇരിക്കുന്നുണ്ട്. കൂടെ നിറയെ ഇൻസ്ട്രുമെന്റ്സും ഇരിക്കുന്നുണ്ട്. അതെല്ലാം അവള് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതിലൊരു പാറ്റ് ഓടി പോകുന്നത് കാണുന്നുണ്ട്. അതിനെ പിടിക്കാൻ പിന്നാലെ ഓടി ഇവള് ട്രൈ ചെയ്യുന്നതിന്റെ കൂടെ ഇടയിൽ തട്ടിമുട്ടി ആ ഗിറ്റാറൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ താഴെ ഇടുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ചാൻ അവിടേക്ക് വരുന്നത്. നിനക്ക് എന്താ ഭ്രാന്താണോ? നിന്നോട് ആര് പറഞ്ഞു ഇവിടേക്ക് വരാൻ? ഈ റൂമിലേക്ക് കയറാൻ നിനക്ക് ആര് അനുവാദം തന്നത്? ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് അവൻ വഴക്ക് പറഞ്ഞിട്ട് ഓടിച്ചു വിടുവാണ്. പാവം നമ്മുടെ ഹീറോയിന് അത് വളരെ സങ്കടാകുന്നുണ്ട്. ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ വേറൊരു പയ്യനുണ്ട്. ഡിയോ എന്നാണ് അവന്റെ പേര്. ഇവള് ശോകമായിട്ട് ഇരിക്കുന്നത് കണ്ട് അടുത്ത് വന്ന് അവളുടെ കവിളിലേക്ക് അവൻ തൊടുന്നുണ്ട്. ഇവൾക്കാണേല് അവൻ ടച്ച് ചെയ്തത് കണ്ട് ബ്ലഷ് ആവാൻ തുടങ്ങി. ഹീറോയിൻ ഇറങ്ങിപ്പോയപ്പോ ഫോൺ മറന്നു വെച്ചിട്ടാണ് പോയത്. അത് കൊടുക്കാൻ വന്ന ചാൻ ഇവര് 2 പേരെ ഇങ്ങനെ കാണുന്നുണ്ട്. അവനൊരുമാതിരി ജലസായിട്ട് ഫീൽ ആകാൻ തുടങ്ങി. ഇവിടെ വെച്ചാണ് ചാനുവലിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആക്ച്വലി ചാനിന് മ്യൂസിക്കിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തത് അവന്റെ മുത്തച്ഛനാണ്. എന്തായാലും ഒരു നാള് വലിയ സ്റ്റാർ ആയി വരുമട എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ആയിട്ട് അവരുടെ കയ്യിലിരുന്ന് ഒരു ചെയിൻ കൊടുത്തിരുന്നു. അതിനുശേഷം ചാൻ വളർന്നു ഒരു മ്യൂസിക് ബാൻഡിൽ ചേർന്ന് വളരെ വലിയ ഫേമസ് ഗ്രൂപ്പിന്റെ ഭാഗമായി മാറി. അങ്ങനെ വളരെ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കെ ഒരു നാള് സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് മുത്തശ്ശൻ കൊടുത്ത ആ ചെയിൻ പൊട്ടി വീഴുവാണ്. സെയിം ടൈം തന്നെ അവന്റെ മുത്തശ്ശന് മരിച്ചു പോയെന്നാണ് അവൻ അറിയാൻ കഴിയുന്നത്. അവന്റെ മുത്തശ്ശൻ കൊടുത്ത ചെയിൻ എപ്പോ പൊട്ടി വീണുവോ അപ്പോ മുതല് ഇവർക്ക് നിറയെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. മുത്തശ്ശൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഇവരുടെ ബാൻഡിനെ കുറിച്ച് നിറയെ മോശമായി ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി
തുടങ്ങി ഓൺലൈനിൽ. അത് മാത്രമല്ല അവരെ കൊണ്ട് ചെറിയൊരു ഡാൻസ് സ്റ്റെപ്പ് പോലും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. വളരെ വീക്കായി കൂടെ കൂടെ ബാൻഡിലെ മെമ്പേഴ്സിന് പരിക്കുകളും വരാൻ തുടങ്ങി. ഇങ്ങനെ വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചാൻ ഒരു കാര്യം തീരുമാനിക്കുന്നത്. അവന്റെ അടുത്തുണ്ടായിരുന്ന പോലെ ഒരു ചെയിന് മുത്തശ്ശൻ അവന്റെ കയ്യിലും വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയും എടുക്കണം, എന്നാലേ നമ്മുടെ ബാഡ് ലക്ക് ഒക്കെ പോകുമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് മുത്തശ്ശൻ ആ ചെയിന് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമെന്നും തീരുമാനിക്കും. രാത്രി വീട്ടിലിരിക്കുമ്പോ ഹീറോയിൻ അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ക്ലീൻ ചെയ്യാൻ പോയപ്പോ അവളുടെ ഫോൺ അവിടെ മറന്നു വെച്ചിട്ടാണ് വന്നതെന്ന്. എങ്ങനെ അവിടെ പോയി അത് എടുത്തിട്ട് വരുമെന്ന് ഹീറോയിന് നല്ല മടി തോന്നുന്നുണ്ട്. ചാൻ ആണല്ലോ അവളുടെ ഫോൺ എടുത്തു വെച്ചിരിക്കുന്നത്. അവളാണെങ്കിലും നിറയെ ക്രിഞ്ച് ആയിട്ടുള്ള ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്ലേ ചെയ്ത് കണ്ടിട്ട് അവൻ ചിരിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് ഒരു വാൻ പുറത്തേക്ക് പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ വീട്ടിൽ ആരും ഉണ്ടാകില്ല. ഈ സമയം നോക്കി ഫോൺ പോയി എടുത്തിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിട്ട് അവളും വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ്. പക്ഷെ ഫോൺ എടുത്തിട്ട് തിരിയുമ്പോഴാണ് മറ്റുള്ളവരുടെ കൂടെ ചാനും പോയിട്ടുണ്ടാകില്ല. അവൻ കുളിക്കായിരുന്നു. ഇവളെ കണ്ട് അവനും അടുത്ത് വന്ന് ഓ നീ കക്കാനും ഇപ്പൊ തുടങ്ങിയോ എന്ന് ചോദിക്കുവാണ്. ഇവൾക്കാണെങ്കിൽ ഇവനെ ബാറ്റവില് കണ്ടതും നാണം വരാൻ തുടങ്ങി. കവളൊക്കെ ചുവന്ന് തുടക്കാൻ തുടങ്ങി ഒരുമാതിരി ഫീൽ ആകുന്നുണ്ട്. അവള് തിരിഞ്ഞൊരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുവാണ്. ഇവിടെ വെച്ചാണ് ഫസ്റ്റ് പാർട്ട് തീർന്നിരിക്കുന്നത്. ഇതിന്റെ ഫൈനൽ പാർട്ടുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.